കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. കെപിസിസി പുനഃസംഘടന വന്നതിന് പിന്നാലെ ഇത്തരം ആരോപണങ്ങൾ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ഉയരുന്നുണ്ട്. പലപ്പോഴും പല ചോദ്യങ്ങളും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കൊടുക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആദ്യമൊക്കെ മര്യാദയ്ക്ക് പ്രതികരിച്ച സതീശൻ പിന്നീട് പൊട്ടിത്തെറിക്കുന്നതും കേരളത്തിലെ TV പ്രേക്ഷകർ കണ്ടു. വീണ്ടും വി ഡി സതീശനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളെ കണക്കിന് കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പന്തളത്ത് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ പരിപാടിയിൽ വിട്ടുനിന്ന കെ മുരളീധരനെ കുറിച്ചുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിന് നേരെ ഉയർന്നത്. ആദ്യമൊക്കെ കൃത്യമായ രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത്. വീണ്ടും മാധ്യമങ്ങൾ ഇതേ ചോദ്യം തന്നെ പ്രതിപക്ഷ നേതാവിന് നേരെ ഉന്നയിച്ചതോടെയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ച് സംസാരിച്ചത്. മലയാളം മാസം 1-ാം തീയതിയാണെന്നും മുരളീധരൻ ഗുരുവായൂരായതുകൊണ്ടാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്ന പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പക്ഷേ മാധ്യമങ്ങൾക്ക് ദഹിച്ചില്ല. അവർ വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ വായിൽ കോലിട്ടിളക്കിയതോടെയാണ് സതീശൻ കണക്കിന് കൊടുത്തത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതൊന്നുമല്ല, അദ്ദേഹം ഗുരുവായൂർ 1-ാം തീയതിയായിട്ട് സന്ദർശനത്തിന് പോയതാണ്. ഇന്നിപ്പോൾ രാവിലെ ജാഥയൊന്നും ഇല്ല. പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ 1-ാം തീയതിയും പോകുന്ന ആളാണ് അദ്ദേഹം പോയത്. നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ, വേറെ വാർത്തയൊന്നുമില്ല. എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട ഇത്രയും ചോദ്യം. നിങ്ങൾ അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ വല്ലാരും ഉണ്ടാ വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ്. അത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ലതുണ്ടെങ്കിൽ പറയും. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. ഇല്ലെന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞില്ല. വീണ്ടും ഞാൻ